ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. എന്തുകൊണ്ടാണ് രാത്രിയിൽ പാത്രങ്ങൾ കഴുകാതെ അടുക്കളയിൽ ഇട്ടിരുന്നാൽ ദാരിദ്ര്യവും രോഗവും വരുമെന്ന് ജ്യോതിഷ പ്രകാരം പറയുന്നത്? ഇത് നമുക്ക് അസ്ട്രോളജിക്കലി ഒന്ന് ഡീകോഡ് ചെയ്യാം. രാത്രികാലായാലും പകല് കാലായാലും പാത്രങ്ങൾ കഴുകാതെ അടുക്കളയിൽ ഇട്ടാൽ, അടുക്കള എന്ന് പറഞ്ഞാൽ ഇവിടെ കാരകത്വം ചൊവ്വയ്ക്കും ചന്ദ്രനുമാണ്. ചൊവ്വ അഗ്നികാരകൻ, ചന്ദ്രൻ ജലകാരകൻ. പാചകം ചെയ്യുക, സമയൽ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുടെയും കാരകത്വമാണ്, ചന്ദ്രന്റെയും ചൊവ്വയുടെയും. അപ്പൊ അതുകൊണ്ട് തന്നെ രാശി ചക്രത്തില്, ഇപ്പൊ രാശി ചതുരമാണ് ഞാൻ വരയ്ക്കുന്നത്. രാശി ചതുരത്തില് ചൊവ്വയുടെ രാശിയായ മേഷവും വൃശ്ചികവും പ്രധാനമായിട്ടും അടുക്കള എന്നുള്ള ഒരു കൺസെപ്റ്റിൽ രാശികൾ വരും. അങ്ങനെ വരുമ്പോൾ ഹോരി തന്നെ പറഞ്ഞിട്ടുണ്ട്, അഗ്നിസ്ഥാനം, വഹ്നിസ്ഥാനം, ദേവാംബു അഗ്നി, വിഹാര, കോശസയന, ക്ഷിറ്റുത്കരാച്ചുക്രമാത്മം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അഗ്നിസ്ഥാനമായ അടുക്കള, ഇവിടെ വേസ്റ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ കഴുകാതെ ഇടുക എന്ന് പറഞ്ഞാൽ ജ്യോതിഷ പ്രകാരം ഗുളികനാണ്. മാന്തി അഥവാ ഗുളികൻ. മലിനമായ വസ്തുക്കൾ ശനി, അതിലും മലിനമായിട്ടുള്ള വെറും വേസ്റ്റ് ആണ് ഗുളികൻ എന്ന ഗുളികന്റെ കാരകത്വം വരുന്നത്. അപ്പോ യഥാർത്ഥത്തില് ചൊവ്വ പ്ലസ് മാന്തി, ചൊവ്വ പ്ലസ് ശനി. അപ്പൊ ചൊവ്വ പ്ലസ് ശനി പ്ലസ് മാന്തി എന്ന ഗ്രഹച്ചേർക്കയാണ് ഇവിടെ വരുന്നത്. ഗ്രഹനാടി വരും. ചന്ദ്രന്റെ രാശിയിലും ഇത് നിന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ. ജലത്തിലെ മലിനത എന്നാണ് ചന്ദ്രന്റെ രാശിയിൽ ഗുളികൻ നിന്നാലുള്ള അവസ്ഥ. അപ്പൊ അടുക്കളയിൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാൽ കാരകത്വം ആസ്ട്രോളജിക്കലി ചൊവ്വ മാന്തി മന്ദൻ എന്നുള്ള അവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ ചന്ദ്രൻ മാന്തി മന്ദൻ. ചന്ദ്രൻ മന്ദൻ എന്ന് പറഞ്ഞാൽ പുനർപ്പു ദോഷമാണ്, എല്ലാത്തിനും തടസ്സം. രോഗങ്ങൾ, അരിഷ്ടതകള്, പെട്ടെന്ന് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ നിന്നു പോവുക എന്നൊക്കെയുള്ള ഫലം ഉണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും ഇവിടെ വരുന്നതാണ്. ഇനി ഇതെന്തിനാ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പ്രശ്നം വെക്കുന്ന സമയത്ത് ബാധാരാശിയായിട്ട് ചൊവ്വയുടെ രാശി വരിക, ബാധാരാശിയായിട്ട് ചൊവ്വയുടെ രാശി വരിക, ബാധാരാശിയായിട്ട് ചൊവ്വയുടെ രാശി വരിക ആണെങ്കിൽ, അപ്പൊ മകരത്തിനും മേഷത്തിനും അങ്ങനെ വരാം. എന്നിട്ട് അവിടെ ഗുളികൻ നിൽക്കുകയാണെങ്കിൽ, ഗുളികൻ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ, പ്രേതദോഷം, ബാധാദോഷം പ്രേതദോഷമായിട്ട് പറയുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കേസാണ്. അടുക്കള മലിനമാണ്, രോഗപ്രശ്നമാണെങ്കിൽ, രോഗം എന്നുള്ള പ്രശ്നമാണെങ്കിൽ അടുക്കള മലിനമായി കിടക്കുന്നത് കൊണ്ട് അതാദ്യം പോയി ക്ലീൻ ചെയ്യ്, അടുക്കള ക്ലീൻ ആക്കൂ. അസുഖങ്ങൾ അടുക്കളയിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പഴയ കാലത്തുള്ള ജ്യോത്സ്യന്മാർ പറയും. അത് ഇതിൽ നിന്നിട്ട് കണക്കാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വേറൊരു വിഷയം. ഇനി സൈക്കോളജിക്കലി ചിന്തിച്ചാലോ? സൈക്കോളജിക്കലി ചിന്തിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. അത് ഒന്ന് അടുക്കള രാത്രി കഴുകാണ്ട് കിടക്കുന്ന മടിയെ കാണിക്കുന്നതാണ്. മടി ഉണ്ട്, അലസതയുണ്ട്, വൃത്തിയില്ലായ്മ എന്ന് പറയുന്ന കാര്യം ഉണ്ട്. വൃത്തിയില്ലായ്മ വന്നു കഴിഞ്ഞാൽ രോഗം വരുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. രോഗം വന്നാൽ പൈസ പോവും, ദാരിദ്ര്യം വരും, കഷ്ടപ്പാട് വരും. അത് അവർക്ക് മാത്രമല്ല, മൊത്തം കുടുംബങ്ങൾക്കും രോഗവും കഷ്ടപ്പാടും ദുരിതവും വരും. അത് ഏതൊരു പൊട്ടനും അറിയാവുന്ന കേസാണ്. അതുപോലെ സൈക്കോളജിക്കലി പെണ്ണുങ്ങൾക്ക് മടിയാണ്, പെണ്ണുങ്ങൾക്ക് വൃത്തിയില്ല. വൃത്തിയില്ലാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യം തന്നെ പ്രശ്നങ്ങളാവും. സൈക്കോളജിക്കലി ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം, ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വൃത്തിയില്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് കുഴപ്പമുണ്ടാവും. വൃത്തിയില്ലാത്ത ഭാര്യയാണെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് താല്പര്യം ഉണ്ടാവില്ല. അത് താല്പര്യമില്ലായ്മ ദാമ്പത്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഭർത്താവ് വേറെ ഉള്ളിടത്തും പോകാം, ഭർത്താവിന് വീട്ടിൽ വന്ന് ഭാര്യയോട് ഒത്തിരിക്കാനൊക്കെ ഉള്ള താല്പര്യങ്ങൾ കുറയും. അത് ഒരു ന്യൂക്ലിയർ ഫാമിലി. എന്നാൽ ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ അമ്മ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കുക്ക് ചെയ്യുന്ന ആൾക്കാർ, അത് അടുക്കള ക്ലിയർ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ആർക്കും വൃത്തിയില്ല. ഇവർക്കും എല്ലാവർക്കും ഒരു ദാമ്പത്യ ബന്ധം ആ കുടുംബത്തില്
അമ്മയ്ക്കാണെങ്കിലും മരുമക്കൾക്കാണെങ്കിലും മകൾക്കാണെങ്കിലും എല്ലാം ഫാമിലി ആണല്ലോ. ജോയിന്റ് ഫാമിലി ആണെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന തരത്തില് എന്തായാലും വൃത്തിയില്ലെങ്കിൽ കുഴപ്പം വരും. വൃത്തിയില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാല് അവിടെ വൃത്തിയില്ലായ്മ വന്നു കഴിഞ്ഞാല് മടിയെയും അലസതയെയും കാണിക്കുന്നു. മടിയും അലസതയും എവിടെയുണ്ടോ അവിടെ ഒരു കാരണവശാലും ഉയർച്ച ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.